അങ്ങനെയല്ല ചെറിയമ്മേ. ഓരോ കാര്യത്തിനും അതിൻ്റെതായിട്ടുള്ള രീതിയുണ്ട്. ദുർഗ പറഞ്ഞതാ അതിന്റെ ശരി. ധ്വനിമോളെയും അവര് മറ്റു കുട്ടികളെ പോലെ തന്നെ വേണം പരിഗണിക്കാൻ. ധ്വനിക്ക് മാത്രമായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ടീച്ചേഴ്സ് എന്ന നിലയിൽ ധാർമ്മികമായിട്ട് ഒട്ടും ശരിയല്ല. എന്റെ മോള് വാ, അമ്മ നല്ലൊരു കഥ മോൾക്ക് പറഞ്ഞുതരാം. വാ. മോളെ, നീ വിഷമിക്കാതെ. അമ്മ പോയിട്ട് വേഗം തിരിച്ചു വരാം. ദേ, വിഷമിച്ചിരിക്കുന്ന നിന്റെ മുഖം കണ്ടിട്ട് പോയാ അമ്മയ്ക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ചിരിച്ചോണ്ട് വേണം അമ്മയെ യാത്രയാക്കാൻ. ശരി, അമ്മ പോയിട്ട് വേഗം തിരിച്ചു വാ. പിന്നെ അറിയാലോ, അമ്മ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സമാധാനമുള്ളൂ. എല്ലാം അറിയാം. ദേ, ഈ സമയത്ത് ഒന്നിന്റെ പേരിലും വിഷമിക്കാൻ പാടില്ല. അമ്മ വേഗം തിരിച്ചു വരാം. ഉമ്മ സന്തോഷായിട്ടിരിക്കണേ. വേഗം വരണേ. അമ്മ പോയിട്ട് വരാം മോളെ. മോൾക്കേ അമ്മ ഒരു കഥ പറഞ്ഞു തരട്ടെ? അതെ, ഒരു ദുഷ്ടശക്തി എതിർത്തു തോൽപ്പിച്ച നന്മ നിറഞ്ഞ 2 പേരുടെ കഥയാ അമ്മ പറയാൻ പോകുന്നെ. നന്മയുള്ള 2 പേരിൽ ഒരാൾ ഒരു ലേഡി പോലീസ് ഓഫീസർ ആയിരുന്നു. മറ്റേയാള് ഒരു പത്രപ്രവർത്തകനും എഴുത്തുകാരനുമാണ്. എന്നിട്ട് സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കുന്ന രീതിയിലും എല്ലാവരുടെയും സന്തോഷവും സമാധാനവും ഇല്ലാതാക്കുന്ന രീതിയിലും ദുഷ്ടശക്തിയുടെ പ്രതിരൂപമായ ആ മനുഷ്യൻ ഓരോ കാര്യങ്ങളും ചെയ്തുകൊണ്ടേയിരുന്നു. മോക്ക് കഥ ഇഷ്ടായോ? എടി, ജോലി തിരക്കുണ്ടല്ലേ? ഞാൻ വരാൻ നോക്കാം. നീ പറഞ്ഞതൊന്ന് മനസ്സിലാക്ക്. ശരി, വരാം. ഓ ശരി 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 ശരി, നീ വെക്ക്. ശരി 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 ശരി. ഓ ശരി ശരി. ഓ, എന്താ കൂട്ടേട്ടാ, കുടുംബ പ്രശ്നമാണോ? എന്ത് പറയാൻ, ജോലി പോലീസിലാണെങ്കിലും വീട്ടിൽ ദാസനല്ലേ. കുട്ടേട്ടൻ വന്നിട്ട് ഒരുപാട് നേരമായോ? ഞാൻ ഇപ്പൊ വന്നേ ഉള്ളൂ. നമുക്ക് പോവേണ്ട സ്ഥലം കുട്ടേട്ടൻ അറിയാമോ? പിന്നെ ഞാൻ കണ്ടിട്ടുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആരുടെക്കും ചോദിക്കാം. നമുക്ക് പോയാലോ? ഈ വണ്ടി പോ. വണ്ടി റെഡി ആയിട്ടുണ്ട്. ശരി. ആ, കേറ്.
ഇത് തന്നെ അഡ്രസ് പറഞ്ഞ വീട്. ഈ വീട്ടിൽ വർഷങ്ങളായിട്ട് ആരും താമസമില്ലാന്ന് തോന്നുന്നല്ലോ. ഞാനേ അയൽപക്കത്തൊക്കെ ഒന്ന് അന്വേഷിക്കട്ടെ. അപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ എല്ലാം നോക്കാം. ആ ദുർഗ വാ. ഈ വീട്ടിലുള്ളവർ ഇവിടുന്ന് താമസം മാറിയിട്ട് ഒരുപാട് നാളായെന്നാണ് പറയുന്നത്. അവരെവിടെയാ പോയതെന്നും ആർക്കും അറിയില്ല. വാ. നിക്ക്, ഒരാള് മരത്തില്. വാ വാ. ചേട്ടാ, ഓ ചേട്ടന്റെ വീട് ഇവിടെ അടുത്താണോ? അതെ, ഈ വീട്ടിൽ താമസിച്ചിരുന്നവരെ കുറിച്ച് എന്തെങ്കിലും അറിയാവോ? അവരുടെ നിന്ന് മാറിപ്പോയിട്ട് കുറച്ച് നാളായല്ലോ. എങ്ങോട്ടാ പോയെന്നറിയോ? അതറിയില്ല. അവർ പെട്ടെന്നൊരു ദിവസം ആരോടും പറയാതെ അങ്ങ് പോവുകയായിരുന്നു. എങ്ങോട്ടാണെന്നോ എവിടേക്കാണെന്നോ ആർക്കൊന്നും അറിയില്ല. ആം, ഈ വീട്ടിൽ താമസിച്ചിരുന്ന ആൾക്ക് എന്തായിരുന്നു ജോലിന്ന് അറിയാവോ? അവർക്കൊരു ചായക്കടയായിരുന്നു. എവിടെയായിരുന്നു ആ കട? ഇവിടുത്തെ പഴയ പോലീസ് സ്റ്റേഷനില്ലേ, അതിന്റെ അടുത്ത്. ഈ വീടും സ്ഥലവും അന്വേഷിച്ച് പലരും വരുന്നുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് 10-15 വർഷമായി. ഇപ്പൊ ഈ സ്ഥലത്തിന് നല്ല വിലയാ. അവർക്കിത് വിറ്റ് കാശെങ്കിലും വാങ്ങിച്ചൂടെ? നിങ്ങൾ സ്ഥലം നോക്കാൻ ഇറങ്ങിയായിരിക്കും അല്ലേ? ആ അതെ അതെ. സ്ഥലം വേണമെങ്കിൽ തൊട്ടപ്പുറത്തുണ്ട്. എന്റെ സ്വന്തം പ്രോപ്പർട്ടിയാ, നമുക്ക് നോക്കാം. അതിന് നമ്മള് പിന്നെ ഇറങ്ങാം. ഇപ്പോ വേറെ കുറച്ച് തിരക്കുണ്ട്. ആ എന്നാ ശരി. മോളെ ശരി. ശരി. ആ ശരിയേട്ടാ.